മാത്രം മൂളും വീണാഗാനം ഞാൻ. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഏകഭാവമേതോ താളം മോഹരാഗാനാലാപം. ഈ ധ്വനിമണിയിൽ, ഈ സ്വരജതിയിൽ, ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടാ. നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നറിഞ്ഞിടാ. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടാൻ. നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നറിഞ്ഞിടാൻ. എന്നും ഉള്ളിലെ ദാഹമെങ്കിലും ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. పని సరి సా ని రి సని ప ప సా ని రి సని ప ప పని సరి రి రి సని ని సరి పామరి 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 రి రి సని ప ప సా 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 ని ధ ధ ధ ధ స ధ ప మా 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 మ ప మరి సా. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഏകഭാവമേതോ താളം മോഹരാഗാനാലാപം. ഈ ധ്വനിമണിയിൽ, ഈ സ്വരജതിയിൽ, ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. അരെ വാ വാ, നൈസ് ഗുഡ്. അജൽ, ഹലോ. ഹലോ, ഹായ്ഡാ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എന്ത് ആണോ? ഓക്കെ, ചോദിക്കാം നമുക്ക്. ആരോടാ ചോദിക്കണ്ടേ? ശരത് സാർ. ശരത് സാർ, അജൽ ശരത് സാറിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മഹാഭാഗ്യം. അജലേ സാർ, നല്ല ഉഗ്രം പാട്ടടാ. അയ്യോ, ആസാദ്. ഒരു എന്താ പറയണ്ടേ, ഇതൊക്കെ ഈ ഒറ്റക്കമ്പിനാദം ഒന്ന് കേട്ട് പേടിച്ചിട്ടുണ്ട്. ഇത് ആസാന്റെ ശബ്ദം കേട്ട്. അതെ അതെ, അത് ഒറ്റക്കമ്പിയൊന്നും അല്ല, 1.5 ലക്ഷം കമ്പിയാ. ഓ, അത് എന്ത് വെയിറ്റാ കേൾക്കാൻ. അത് ഇങ്ങനെ ഇപ്പൊ നീ പാടുമ്പോഴും എനിക്ക് ആ ഒരു പേടിപ്പിക്കുന്ന ആ ശബ്ദമാണ് മനസ്സിലുള്ളത്. അതൊരു ഉഗ്രം കോമ്പസിഷൻ. ആ ഒരു നല്ല രസമുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ നമ്മുടെ മാഷിന്റെ. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. ചക്കരെ, നീ ഈ ധ്വനിമണിയിൽ അതൊന്ന് പാടാമോ? അതിന് മുമ്പിലെ ലൈൻ പാടിയിട്ട്. മോഹരാഗാനാലാപം ഈ ധ്വനിമണിയിൽ, ഈ ധ്വനിമണിയിൽ,
ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റ അത് മതി. വരിശകളിൽ ഒറ്റ കമ്പനി പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം അങ്ങ് പോകും കേട്ടോ. ഇതൊക്കെ മനസ്സിലായിക്കോണം. നമുക്ക് എത്ര സസ്റ്റെയിൻ ചെയ്താലാണ് അതിനൊരു സുഖം വരുന്നത്. ഒരു വൈബ്ര ഫോൺ തട്ടിയത് പോലെ ഇരിക്കണം. ഐ ലവ് യുടാ. ചുമ്മാതല്ല, ചുമ്മാ അല്ലടാ നിന്റെ കൂടെ, അത്രയും മതി, അത്രയും മതി. നിന്റെ കൂടെ ഞാനുള്ളത്. അതാ ഞാൻ പറയാൻ മതി. വേറെന്താ പറയാ. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ സാർ. നിൻവിരൽ തുമ്പിലെ വിരൽ തുമ്പിലെ അത് വിളഞ്ഞിടാൻ വിളഞ്ഞിടാൻ ആ, ഇളഞ്ഞിടാൻ നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലും അതൊന്ന് സുഖമാക്കിക്കേ. നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലും അതിന്റെ ആ സുഖം വരട്ടെ. പിന്നെ അടുത്ത് നിന്റെ ഇഷ്ടഗാനം എന്നാ അതിന്റെ ആ താഴേക്ക് ഇറക്കുന്ന ഒന്ന് പാടാമോ? റിഞ്ഞിടാൻ അത്രേ ഉണ്ടോ? അവിടെ തീർന്ന പാട്ട്. പേരിലൊന്നറിഞ്ഞിടാൻ എന്നും ഉള്ളിലെ ദാഹമെങ്കിലും എന്നും ഉള്ളിലെ ദാഹമെങ്കിലും ഒറ്റ കമ്പി. മതി മതി മതി. എന്ത് രസമുള്ള പാട്ടാ. പിന്നെ നീ ഇതിന്റെ വിഷ്വൽ കണ്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. ആരാണ്? നസീർ സാർ. ആഹാ, ആ മനുഷ്യനെ കാണുമ്പോഴേ ഉള്ള. ഇന്നലെ നസീർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതോ അനുഭവങ്ങൾ പാളിച്ചകൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ MT സാറ് ഇപ്പോൾ എനിക്കിത് പറ്റുമോ, നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന മസാല പടങ്ങളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ അസാധ്യമായിട്ടില്ല ചെയ്തേക്കുന്നത് നസീർ സാർ. അതല്ല, എന്തൊരു സുന്ദരനാണ് അദ്ദേഹത്തിനെ കാണാൻ. നീലഗിരിയുടെ സഖികളെയൊക്കെ കാണാൻ നല്ല അലുവ പോലെ ഇരിക്കും. ഇപ്പം ശ്യാം സാറ്, നസീർ സാറ്, ഇവരെ പോലെ അത് വളരെ ജെന്യൂനായിട്ടുള്ള മനുഷ്യരാണ്. അവരങ്ങനെയുള്ളവരെ കാണുന്നത് വലിയ പാടാണ് കേട്ടോ. ഇതൊക്കെ ഇനി നസീർ സാറിനെ പറ്റത്തില്ല, ശ്യാം സാറുണ്ട്. ശ്യാം സാറിനെ നമുക്ക് പോയി കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അജലേ മാം. എന്താ പാട്ട് സെലക്ഷൻ. താങ്ക് യു മാം. ഓ, സത്യം പറഞ്ഞാല് ദാസേട്ടന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തലയ്ക്കകത്ത് മുഴുവനും അദ്ദേഹത്തിന്റെ ആ ഒരു ബേസ് വോയിസും ആ ഘനഗംഭീരമായ ശബ്ദത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പാട്ടിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സോങ്. പിന്നെ ഇത് ആരുടെ സെലക്ഷനാ? എന്റെ തന്നെ സെലക്ഷൻ. സൂപ്പർ സെലക്ഷൻ. വെരി ഗുഡ്. കാരണം ഇതിന്റെ ഒരു കോമ്പോസിഷനിൽ തന്നെ ഇപ്പൊ ഈ ഭൃഗ പല തരത്തിലുള്ള സംഗതികളുണ്ട്. ഇങ്ങനെ സാധനങ്ങളൊക്കെ അത് ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനത്തെ ഒരു സംഗതി. ഇങ്ങനെ പല മുറുക്കിയാന്ന് പറയും, ഈ കുഞ്ഞു കുഞ്ഞു സംഗതികൾ അതൊക്കെ വരും. പക്ഷെ ഇതൊരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂട്ട്, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സഞ്ചാരം, സംഗതികൾ. ഇതൊരു ഫാന്റാസ്റ്റിക് ക്രിയേഷനാണ്. ഈ ഒരു സോങ് നന്നായി പാടിയിടാം. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. കാരണം അജലിന്റെ ആ ഒരു കാറ്റ് കുറെ കുറഞ്ഞു, ശബ്ദം പുറത്തു വന്നു, അസലായിരുന്നു. അപ്പൊ ഇതില് എനിക്ക് തോന്നിയ കാര്യം പോലെ ആ സംഗതികളൊക്കെ പാടുന്നുണ്ട്, എല്ലാം ബ്യൂട്ടിഫുള്ളാ. ഒരു റോനെസ് വരുന്നുണ്ട് വോയിസിൽ. ആ ഒരു റോ ഫീലിംഗ് ഒന്ന് അതിലൊരു ഇമോഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് മാറി വരും. അതൊന്ന് ട്രൈ ചെയ്യണം. കാരണം വോയിസും സിംഗിങ് വോയിസ് എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ ശബ്ദത്തിലുള്ള ഒരു പോയി. അല്ലെങ്കിൽ ഇന്ന് ഈ പാട്ട് ഒറ്റ കമ്പി ഇങ്ങനെ പാടിയേനെ, അതെല്ലാം മാറി. അതുകൊണ്ട് അതൊരു നല്ലൊരു മാറ്റം തന്നെയാണ്. പക്ഷെ എനിക്കിതിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്ക് തോന്നിയത് എന്താ പറയുക സർ, സാധാരണ ശരിക്കും പറഞ്ഞാൽ വരികളുടെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇതിൽ സ്വരമായിട്ട് പാടുമ്പോഴും അതിൽ ആ ബിച്ചു സാറിൻ്റെ വരികൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനോഹാരിത ഭയങ്കരമാണ്. ശരിക്കും അത് മോനെ ആ സ്വരങ്ങൾ ഇങ്ങനെ പാടിപ്പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചു എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. കാരണം സ്വരം പാടുമ്പോഴും അത് വായിച്ചു കൊടുക്കുമ്പോഴും അത് എഴുതാൻ പറ്റണ്ടേ, അത് ഭയങ്കര ഇമാജിനേഷൻ. എന്തായാലും ഫാന്റാസ്റ്റിക് സോങ് സെലക്ഷൻ. നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു, ഗംഭീരായി. പിന്നെ നല്ലൊരു തലത്തിലേക്ക് എത്തിച്ചു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക ആദ്യം തന്നെ ഓർക്കസ്ട്ര കാലക്കി. പിന്നെ അജലെ, എനിക്ക്
മെയിനായിട്ട് പറയാനുള്ളത് അജലിന്റെ ഇമ്പ്രൂവ്മെന്റ്. അജൽ ഒരു രക്ഷയില്ല അജല്. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ ദാസറിന്റെ ബേസ് അറിയാലോ, ഓഫ്കോഴ്സ് അതിന് ഭയങ്കര ഒരു വെയിറ്റേജ് ഉണ്ട്. ഇതിന് നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. അജൽ പാടിയതും കലക്കിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഇത് ഒരു ഈസി സോങ് അല്ല, ഇത് നല്ല ഡിഫിക്കൽട്ട് സോങ് തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ അജൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്ക് പ്ലേസ്മെന്റ് മോനെ നിന്നെ കണ്ടുപഠിക്കണം, എന്താ സാർ? കറക്റ്റ് ആണ്. ഓ താങ്ക് യു സാർ. അവൻ അന്തം വിട്ടിരിക്കും, അവൻ അവൻ ചെയ്തില്ല. പേടിച്ചു പോയി. ക്ഷമിക്കണം സാർ. സോറി സാർ, അടുത്തതിൽ പിടിക്കാം. കഴിഞ്ഞ പാട്ടില് മൈക്ക് ഇങ്ങനെ മാറിപ്പോയായിരുന്നു. അതെ 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 അതെ. ഇത് തല വേറെടുത്തേക്കും മൈക്ക് വേറെടുത്തേക്കും പോയി. പക്ഷെ ഇത് കറക്റ്റ് ആയിരുന്നു. എല്ലാരും അജലിന്റെ ഇത് കണ്ട് പഠിക്കും. അതെ, അജല് അത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ അതന്നെ വോയിസ് ക്വാളിറ്റി അത് എഴുതിയിട്ടുണ്ട്. ആ വോയിസിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അജൽ. പിന്നെ കാറ്റ് കുറഞ്ഞു, വെരി ഗുഡ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് എല്ലാ രീതിയിലും. ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. MG സർ. അജൽസ് സാർ നന്നായിട്ട് പാടി കേട്ടോ, താങ്ക് യു സാർ. രസമായിരുന്നു കേൾക്കാൻ, നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഈ ഒറ്റ ശ്വാസത്തിൽ പാടേണ്ടത് മുറിച്ചു. ആരോട് ഞാൻ ചോദിച്ചോണ്ടിയത്? ശ്വാസം എടുക്കുന്ന എനിക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അനുപല്ലേ. ഒറ്റ കമ്പി നാദം മാത്രം മൂളും കംപ്ലീറ്റ് ചെയ്യണം അത്. ഒറ്റ കമ്പി നാദം മോനെ അവിടെ ഒരു അടി, അങ്ങനെ വലിയ അടിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒറ്റ കമ്പി നാദം മാത്രം മോളും വീണാഗാനം വീണ വീണാഗാനം വീണാഗാനം. അവിടെ പെറുക്കിയിടരുത്. വീണാഗാനം അതാണ്. ഒറ്റ കമ്പി നാദം മാത്രം മൂളും വീണ വീണ വീണീപമരിതനീ. അത് ഞാൻ ചേർന്ന് നിൽക്കണം. ഓക്കെ സാർ. പിന്നെ നിൻവിരൽ ഇവർ പാടിച്ചായിരുന്നു, നിൻവിരൽ തുമ്പിലെ. പിന്നെ വിച്ചുവേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയാണ്. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടാൻ, വിളഞ്ഞിടും എന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് പാടി നോക്കി. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടും. കണ്ടോ, ഡുമ്മെന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം കൂടെ അടയുന്നില്ലേ? അപ്പൊ വിളഞ്ഞിടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ ആ സൗണ്ടിങ് ഉണ്ടോ? അതാണ് ഒരു ലിറിക് റൈറ്ററിന്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലത്തെ ലെജൻസ് കൈതപ്രം സാറ്, ഇവരൊക്കെ എഴുതുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഒരു ആർക്കാണോ എഴുതുന്നത്, ഇതിപ്പം ദാസേട്ടന് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് രവീന്ദ്ര മാഷ് ചെയ്ത പാട്ടാണ്. എനിക്കൊക്കെ അറിയാം, എൻ്റെ സുഹൃത്തിൻ്റെ പടമാണ് അശോക് കുമാറിൻ്റെ പടമാണ് ഇത്. അശോക് കുമാറിൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, കൂലി, 1983. അത് കഴിഞ്ഞ് വരുന്ന സമയത്തുള്ള ഒരു പടമാണ് അറൗണ്ട് ദാറ്റ്. അന്ന് ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഞാനില്ല, പക്ഷേ ഞാൻ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കാസറ്റിനകത്ത് ഇത് കേൾപ്പിച്ചു തന്നു. അപ്പോൾ പറഞ്ഞു, ദാസേട്ടന് വേണ്ടി പാടുന്നതുകൊണ്ട് സാധാരണ ട്യൂൺ ചെയ്യുന്നതിനെക്കാട്ടി ഒരു പിച്ച് ലോ ആക്കി. കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇതുപോലെ തന്നെയാണ് വികാര നൗകയുമായി. പിന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, ദാസേട്ടന് വേണ്ടി ചെയ്ത കുറേ പാട്ടുകളുണ്ട്. ചൂള എന്നുള്ളൊരു പടമുണ്ട്, ചൂള. ആ ചൂള എന്നുള്ള പടത്തിൽ ദാസേട്ടന് വേണ്ടി താരകെ മിഴിതളിൽ കണ്ണീരുമായി എന്ന് പറഞ്ഞു, ഭയങ്കര ലോയിൽ. അതൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പാട്ടാണ്. അതിലൊന്നാണ് ഇത്. നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇവർ പറഞ്ഞതുപോലെ. ബട്ട് കുറച്ചുകൂടെ ഒക്കെ കുറച്ച് എന്താണ് ഭാവവും ഫീലും കൂടെ വരുത്തിയാൽ നന്നായിരിക്കും. ഓക്കെ. പിന്നെ ഓർക്കസ്ട്ര നന്നായിരുന്നു. ആ തബലയുടെ ടേക്കൊക്കെ നല്ല രസമായിരുന്നു. അനുപലുവിലുള്ള മറിഞ്ഞ് സമത്തിൽ വരുന്ന അതൊക്കെ നന്നായിരുന്നു. നല്ല എവറിഥിങ് ഗുഡ്. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി, അജൽ ഈ പെർഫോമൻസിന് അജലിന് 9 മാർക്സ്. താങ്ക് യു മാം. സൂപ്പർ. താങ്ക് യു. ഷാനിക്ക? താങ്ക് യു സാർ. MG സർ? എൻ്റെ മനസ്സിൽ 8.9 ആയിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും 9 കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ അജൽ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാനൊരു പിശുക്കനാണെന്ന് വിചാരിക്കോടാ? ഇല്ല സാർ, വിചാരിക്കില്ല. അങ്ങനൊന്നുമില്ല. മാർക്ക് കിട്ടണ്ടേ? അങ്ങനല്ല മോനെ, കാരണം നിന്റെ ഇമ്പ്രൂവ്മെന്റും ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. 9. താങ്ക് യു സാർ. ശരത് സർ? യെസ്, ഞാൻ 9.2 എഴുതിയിരുന്നു, പക്ഷെ അവരെല്ലാം 9 ആക്കിയത് ഞാനും ആക്കി. ഓക്കെ സാർ. ഓക്കെ, സോ ടോട്ടൽ 27. സൂപ്പർ. ഓക്കേടാ.